വിശുദ്ധ യോഹന്നാൻ 6:53. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവനാകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ജീവിതാവസാനം വരെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായി ജീവിക്കുവാൻ, പരിശുദ്ധ കുർബാന സ്വീകരിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലെത്തുവാൻ ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനാകും, മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. എൻ്റെ അപേക്ഷയിലെയും വിമോചകനുമായ കർത്താവെ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമാകട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. അങ്ങ് ആഗ്രഹിക്കാത്ത എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റണമേ. തിരുരക്തത്താൽ കഴുകണമേ. അങ്ങയുടെ ആത്മാവിൽ നിറയ്ക്കണമേ. ഈശോയെ, പാപ അപരാധങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിച്ച് അങ്ങയുടെ ഹിതം നിറവേറ്റുവാനായി ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമിലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ യോഹന്നാൻ 6:53. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവനാകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ജീവിതാവസാനം വരെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായി ജീവിക്കുവാൻ, പരിശുദ്ധ കുർബാന സ്വീകരിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലെത്തുവാൻ ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യ ഈശോയെ, ഓരോ നിമിഷവും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി വിട്ടുതരാനുള്ള കൃപ തരണമേ. ഈശോ, ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ അനുതപിക്കുന്നു. ഈശോയ്ക്ക് തീക്ഷ്ണതയുള്ളവരായി ജീവിക്കാനുള്ള കൃപ തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമിലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം തിരുവചനം. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരുൾ ചെയ്യുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സമൂഹങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സൗഹൃദങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അവരുടെ ആത്മാവിനെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
പ്രഭാഷകൻ 37:13-15 വരെ തിരുവചനങ്ങൾ. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക, അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. എല്ലാറ്റിനും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ഹല്ലേലൂയ, ഈശോയെ നന്ദി, ആരാധന. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ആത്മാവിനാൽ പ്രചോദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ ഉപദേശങ്ങളും ലോകത്തിൻ്റെ മാർഗങ്ങളും തേടാതെ അങ്ങയുടെ വഴികൾ ആരാഞ്ഞ് അങ്ങയുടെ വഴികളിലൂടെ നയിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഈശോയെ, ഞങ്ങളെ സത്യമാർഗത്തിൽ നയിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രഭാഷകൻ 37:13-15 വരെ തിരുവചനങ്ങൾ. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക, അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. എല്ലാറ്റിനും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ഹല്ലേലൂയ, ഈശോയെ നന്ദി, ആരാധന. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ആത്മാവിനാൽ പ്രചോദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ ഉപദേശങ്ങളും ലോകത്തിൻ്റെ മാർഗങ്ങളും തേടാതെ അങ്ങയുടെ വഴികൾ ആരാഞ്ഞ് അങ്ങയുടെ വഴികളിലൂടെ നയിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഈശോയെ, ഞങ്ങളെ സത്യമാർഗത്തിൽ നയിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം തിരുവചനം. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരുൾ ചെയ്യുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സമൂഹങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സൗഹൃദങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അവരുടെ ആത്മാവിനെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 21-22 തിരുവചനങ്ങൾ. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു, സെബദീ പുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. ദിവ്യകാരുണ്യ ഈശോയെ, വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ തിരുനാൾ ദിനമായ ഇന്ന് അങ്ങേ അനുഗമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. യാക്കോബ് സ്ലിഹായെ പോലെ ഞങ്ങൾക്ക് പ്രതിബന്ധമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിട്ടുപേക്ഷിച്ച് അങ്ങേ അനുഗമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, അങ്ങയുടെ ശിഷ്യനാകുവാനുള്ള കൃപ തരണമേ. അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ അങ്ങയുടെ കൂടെ നടക്കാനുള്ള കൃപ തരണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലൂക്ക 7:14-15. യേശു മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ നന്ദി പറയുന്നു, അങ്ങയുടെ വലിയ സ്നേഹത്തെ നന്ദി പറയുന്നു. ഈശോയെ, ഒരു വിധവയുടെ കണ്ണുനീര് കണ്ട് സ്വമനസ ഹൃദയത്തിൽ അലിവ് തോന്നി അവളെ അങ്ങ് സഹായിച്ചല്ലോ. ഞങ്ങളുടെ വിഷമസന്ധികളിലും പ്രതിസന്ധികളിലും ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയങ്ങളിലും ഈശോയെ, അങ്ങയുടെ കരുണ ഞങ്ങളെ പിന്തുടരട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ നഗരകവാടത്തിലെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണങ്ങളിൽ നിന്നുള്ള വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. അവൻ മുന്നോട്ട് വന്ന ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ലല്ലോ. സാധ്യതകളെല്ലാം അടഞ്ഞ ഞങ്ങളുടെ ജീവിത വഴികളിൽ അങ്ങയുടെ സാന്നിധ്യം വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമിലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 22-ാം തിരുവചനം. യേശു പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന ദിവ്യനാഥ, സകലവിധ രോഗങ്ങളുള്ളവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ക്യാൻസർ രോഗമുള്ളവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ഈശോയെ, മറ്റ് സാംക്രമിക രോഗങ്ങളുള്ളവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഈശോയെ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമിലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ദിവ്യകാരുണ്യ ഈശോയെ, ഗുരുതരമായ മാരകമായ മരുന്നുകൾക്ക് സൗഖ്യപ്പെടാനാകാത്ത രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന സകലരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഈശോയെ, ജീവിതത്തിലേക്ക് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. ഈശോയെ, തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. വളരെ പ്രത്യേകമായി ക്യാൻസർ രോഗത്തിലൂടെ കടന്നു പോകുന്ന സകലരെയും സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമിലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം തിരുവചനം. യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. ദിവ്യകാരുണ്യ ഈശോയെ, ഗുരുതരമായ രോഗം ബാധിച്ച് മരണവക്കിലെത്തിയിരിക്കുന്ന സകല വ്യക്തികളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു. ഈശോയെ, അവരെ അങ്ങ് സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാരക രോഗങ്ങൾ, അവശതകൾ, ഈശോയെ, ഇതിലൂടെ കടന്നു പോകുന്ന സകലരെയും അങ്ങേക്ക് വിട്ടുതരുന്നു. ഈശോയെ, സൗഖ്യം നൽകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമിലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ആ നിമിഷം മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ അമ്മയെ ഞങ്ങൾക്ക് സംരക്ഷകയും അമ്മയുമായി നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ഈശോയെ, പരിശുദ്ധ അമ്മ വഴി ജപമാല, ഉത്തരീയം എന്നീ ആയുധങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിവസമായ ഇന്ന് ഈശോയെ, പരിശുദ്ധ അമ്മയോട് കൂടെ ചേർന്ന് അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമിലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.